വിശദമായ വാർത്തയിലേക്ക്. കൊച്ചി പുറം കടലിലെ ലഹരി വേട്ടയിൽ സമാന്തര അന്വേഷണവുമായി എൻഐഎയും എടിഎസും. പാക് പൌരനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തു. രാജ്യത്ത് സാമ്പത്തിക അസ്ഥിരത സൃഷ്ടിക്കാൻ രാജ്യാന്തര ബന്ധമുള്ള ലഹരി മാഫിയ നീക്കം നടത്തിയതായി സൂചന. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, സമാന്തര അന്വേഷണമാണ് എടിഎസും എൻഐഎയും നടത്തുന്നത്. ഏതു തരത്തിലായിരിക്കും അന്വേഷണം? തന്നെ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ പുറംകടലിൽ വെച്ച് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒറ്റ ദിവസം നടന്ന ലഹരി വേട്ടയിൽ 25,000 കോടിയിലധികം രൂപ വിലമതിക്കുന്ന മെറ്റാമെറ്റഫൈൻ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത്. അതുമായി ബന്ധപ്പെട്ട് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഇന്ത്യൻ നേവിയും നടത്തിവന്ന അന്വേഷണത്തിന് പുറമെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ എൻഐഎയും ഒപ്പം തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അഥവാ എടിഎസും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പാക് പൗരനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത് ഇയാൾ നേരത്തെയും ലഹരി കടത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ എൻസിബിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ സഞ്ജയ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് രക്ഷപ്പെട്ടു പോയ 2 ബോട്ടുകൾ, ആ 2 ബോട്ടുകളിലുണ്ടായിരുന്ന മറ്റു പൗരന്മാർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ പുറംകടലിൽ ഉൾപ്പെടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും അവർ പിടിയിലായതുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും തന്നെ അന്വേഷണ സംഘങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ നിലവിൽ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പാക് പൗരനെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭ്യമായ സൂചനകൾ പ്രകാരം ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക രംഗത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില അട്ടിമറി നീക്കങ്ങൾ അത് രാജ്യാന്തര ബന്ധമുള്ള അല്ലെങ്കിൽ ലഹരി മാഫിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായുള്ള സൂചനകൾ അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ബലപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ ചോദ്യം ചെയ്യലിൽ ലഭ്യമായിരിക്കുന്ന മൊഴികളും. അതുകൊണ്ട് തന്നെ ആ വഴിക്കാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇയാൾ പറഞ്ഞിരുന്നത് ഈ കൺസൈൻമെന്റ് ശ്രീലങ്ക ലക്ഷ്യമാക്കിയാണ് നീങ്ങിയിരുന്നത് എന്നാണ്. പക്ഷേ അത് പൂർണ്ണമായും അന്വേഷണ ഏജൻസികൾ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇന്ത്യയിലേക്കും പ്രത്യേകിച്ച് പുറം കടലിൽ നിന്ന് കേരള തീരത്തേക്കടക്കം ഈ മെറ്റാമെറ്റഫൈൻ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ലഹരി മാഫിയ നടത്തിയിരുന്നു, ആസൂത്രണം ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. സമാന്തര അന്വേഷണത്തിന് സഹായവുമായാണ് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.